കുണ്ടറ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി PC വിഷ്ണുനാഥിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. കുണ്ടറ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി PC വിഷ്ണുനാഥിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് നടന്നത്. NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തത് PC വിഷ്ണുനാഥാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെ സംബന്ധിച്ച് വരാൻ പോകുന്ന ഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധതികളെ സംബന്ധിച്ചൊക്കെ വളരെ സമഗ്രമായി പ്രതിപാദിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതുയുഗ യാത്രയ്ക്ക് കുണ്ടറ നിയോജക മണ്ഡലം അത്യുജ്വലമായ വരവേൽപ്പ് നൽകിയത്. ആ സമ്മേളനത്തിൽ സംബന്ധിച്ച കാര്യങ്ങൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യമായ രാഷ്ട്രീയം. ആ രാഷ്ട്രീയവും ആ പുതുയുഗയാത്രയുടെ സമാപനം കുറിച്ചുകൊണ്ട് ഗാന്ധി പാർക്ക് മൈതാനിയിൽ ചേർന്ന സമ്മേളനത്തിൽ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ ചരിത്രപരമായ പ്രഖ്യാപനം, ആ 5 പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ, ഈ രാഷ്ട്രീയവും ഈ പ്രഖ്യാപനവും ജനമനസ്സുകളിൽ എത്തിക്കുക എന്ന ദുഷ്കരമായ ദൗത്യമാണ് വരുന്ന 16 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ടത്. UDF കുണ്ടറ നിയോജക മണ്ഡലം ചെയർമാൻ കുരീപ്പള്ളി സലീം അധ്യക്ഷത വഹിച്ചു. G വേണുഗോപാൽ, P ജെർമിയാസ്, ഫൈസൽ കുളപ്പാടം, KRV സഹജൻ, K ബാബുരാജൻ, പാണ്ഡവപുരം രഘു, കായിക്കര നവാബ്, നസീമുദ്ദീൻ ലബ്ബ, വത്സല സതീശൻ, അബ്ദുൽ അഫൂർ ലബ്ബ, കായിക്കര ഷാഹുൽ ഹമീദ്, ബദിഹുദ്ദീൻ, മഹേശ്വരൻ പിള്ള, ഫിറോസ് ഷാ സമദ്, സാം വർഗീസ്, ഷെരീഫ് ചന്ദനത്തോപ്പ്, അരുൺ അലക്സ്, രാജു ടി പണിക്കർ, AL നിസാമുദ്ദീൻ, KB ഷഹാൽ, എഴുകോൺ നാരായണൻ, AS നോൾഡ് തുടങ്ങിയവരും പങ്കെടുത്തു. പെരുമ്പാവൂർ ജിഷ എന്നൊരു സഹോദരി അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിച്ചു. ആ ദിവസം രമേശ് ചെന്നിത്തലയ്ക്കെതിരായിട്ടുള്ള വലിയ സമരമാക്കി അതിനെ മാറ്റി. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായതിന്റെ പേരിൽ പ്രതിയെ പിടിച്ചു, എന്നിട്ടും അവസാനിപ്പിച്ചില്ല. പക്ഷെ ഇവിടെ 5 ആളുകളാണ് കൊല്ലപ്പെട്ടത്. നമ്മുടെ ആരോഗ്യമന്ത്രി, ഞാൻ നിയമസഭയിൽ 2 അടിയന്തര പ്രമേയങ്ങൾ, ചികിത്സാ പിഴവ്, ഇവിടെ ചവറയിലെ വേണുവിന്റെ അടക്കം, വിളപ്പിൽശാലയിലെ ബിസ്മീറിന്റെ അടക്കം, കോഴിക്കോട്ടെ ഹർഷീനയുടെ അടക്കം ചികിത്സാ പിഴവുകൾ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ചികിത്സാ പിഴവിന്റെ ദുരിതമാണത്. ഇവിടെ 5 ആള് മരണപ്പെട്ടു. മാധ്യമങ്ങൾ പോലും അതിന് വലിയ വാർത്തയാക്കിയില്ല. മരണപ്പെട്ടപ്പോഴാണ് തീ കത്തിയ കാര്യം പോലും ആളുകൾ അറിയുന്നത്. 4 ദിവസം മുമ്പാണ് തീപിടുത്തം ഉണ്ടായത് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ ആരോഗ്യ മേഖലയെ ഈ രൂപത്തിലാക്കിയ ഈ ഗവൺമെന്റിനെ പൊതുജന മധ്യത്തിൽ ചോദ്യം ചെയ്യപ്പെടണ്ടേ? ന്യൂസ് ബ്യൂറോ കുണ്ടറ.